നിങ്ങൾക്ക് ചെലവിനുള്ള കാശ് മക്കൾ തരുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ കൊച്ചുമക്കളോടൊപ്പമാണോ? മക്കൾ മരിച്ചുപോയി കൊച്ചുമക്കളോടൊപ്പമാണോ? അവർ തരുന്നില്ലേ? അങ്ങനെയെങ്കിൽ നിയമപരമായിട്ട് അത് നേടിയെടുക്കുവാനായിട്ടുള്ള അവകാശമാണ് ഈ നിയമം നിങ്ങൾക്ക് തരിക. ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം തിരിച്ചറിയണമെങ്കിൽ ആ രാജ്യം എങ്ങനെയാണ് തങ്ങളുടെ മുതിർന്ന പൗരന്മാരെ കരുതുന്നത് എന്ന് നോക്കേണ്ടി വരും. ഈ നിയമത്തിൻ്റെ 24-ാം വകുപ്പ് പ്രകാരം മാതാപിതാക്കളെയോ മുതിർന്ന പൗരന്മാരെയോ പൊതുസ്ഥലത്തോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുവാനായിട്ട് ഒരിടത്ത് കൊണ്ട് വിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റകൃത്യമാണ്. 3 മാസം വരെ തടവ് കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണ്. മുതിർന്ന പൗരന്മാരുടെ പരാതികൾ പോലീസ് സ്റ്റേഷനിലെത്തിയാൽ അത് പ്രത്യേകമായിട്ട് പരിഗണിച്ച് അതിന് പ്രതിവിധികൾ ഉണ്ടാക്കണമെന്നും ഈ നിയമത്തിനെ അടിസ്ഥാനമാക്കി കേരളം ഉണ്ടാക്കിയ ചട്ടങ്ങളിൽ പറയുന്നു. നമസ്കാരം, ലീഗൽ പാത്തിലേക്ക് സ്വാഗതം. ഏവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. ഒരു രാജ്യത്തിൻ്റെ ക്ലാസ് മുറികളിലേക്ക് നോക്കിയാൽ ആ രാജ്യത്തിൻ്റെ ഭാവി എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം തിരിച്ചറിയണമെങ്കിൽ ആ രാജ്യം എങ്ങനെയാണ് തങ്ങളുടെ മുതിർന്ന പൗരന്മാരെ കരുതുന്നത് എന്ന് നോക്കേണ്ടി വരും. ഇന്ത്യയുടെ മുതിർന്ന പൗരന്മാരെ എങ്ങനെയാണ് കരുതുന്നത്? മാതാപിതാക്കന്മാരുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം 2007 എന്ന ഒരു നിയമം ഇന്ത്യ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായിട്ടും ക്ഷേമത്തിനുമായിട്ടും ഒരുക്കിയിരിക്കുന്നു. ആ നിയമത്തിൻ്റെ 4-ാം വകുപ്പ് പ്രകാരം സ്വന്തമായി സമ്പാദിക്കുവാനാവാത്ത, സമ്പാദ്യമില്ലാത്ത, സ്വന്തം വസ്തുക്കൾ വഴി സ്വയമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള കഴിവില്ലാത്ത മാതാപിതാക്കൾക്കോ മുതിർന്ന പൗരന്മാർക്കോ അവരുടെ മക്കളിൽ നിന്നോ കൊച്ചുമക്കളിൽ നിന്നോ അവരുടെ സ്വത്തുക്കൾ നിയമപരമായിട്ട് കൈവശത്തിലേക്ക് വരുന്നവരിൽ നിന്നോ അല്ലെങ്കിൽ അത് കൈവശപ്പെടുത്തിയവരിൽ നിന്നോ ജീവിതച്ചെലവിനുള്ള പണം സ്വീകരിക്കുന്നതിനും അല്ലെങ്കിൽ നിയമപരമായിട്ട് വാങ്ങിക്കുന്നതിന് അവകാശമുണ്ട്. ആ സംരക്ഷണം എന്ന് പറയുന്നത് നിയമം ഉറപ്പ് നൽകുന്ന ഒന്നാണ്. എങ്ങനെയാണ് ഇങ്ങനെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ഈ ഓർഡർ മേടിക്കുവാൻ സാധിക്കുക? കേരളത്തിലെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അപേക്ഷ കൊടുക്കേണ്ടത് RDOയുടെ പക്കലാണ്. ഓരോ താലൂക്ക് തലങ്ങളിലും RDO കാണും, അല്ലെങ്കിൽ ജില്ലാ തലങ്ങളിൽ 1-2 RDOകൾ കാണും. അതാത് തലങ്ങളിൽ മാതാപിതാക്കൾ എവിടെയാണോ സംരക്ഷണത്തിൽ അവസാനമായിട്ട് ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മക്കൾ എവിടെയാണോ ജീവിച്ചിരിക്കുന്നത് ആ RDOയുടെ അടുക്കലാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പരാതി ഈ നിയമത്തിൻ്റെ 5-ാം വകുപ്പ് പ്രകാരം കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ചെലവിനുള്ള കാശ് മക്കൾ തരുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ കൊച്ചുമക്കളോടൊപ്പമാണോ? മക്കൾ മരിച്ചുപോയി കൊച്ചുമക്കളോടൊപ്പമാണോ? അവർ തരുന്നില്ലേ? അങ്ങനെയെങ്കിൽ നിയമപരമായിട്ട് അത് നേടിയെടുക്കുവാനായിട്ടുള്ള അവകാശമാണ് ഈ നിയമം നിങ്ങൾക്ക് തരിക. അങ്ങനെ നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയിട്ട് ഈ RDOയുടെ മുമ്പിൽ ഒരു അപേക്ഷ കൊടുക്കുക. എൻ്റെ സ്വത്തുക്കൾ ഇവരിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുക, അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവരിലേക്കാണ്, എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയില്ല, സമ്പാദ്യമില്ല, സ്വത്തുക്കളില്ല, അതുകൊണ്ട് ഇവരിൽ നിന്ന് എനിക്ക് എൻ്റെ ചെലവിനുള്ള കാശ് ഈടാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ അതിന് നിയമപരമായിട്ടുള്ള പരിഹാരമുണ്ടാക്കുവാനായിട്ട് ഈ നിയമം മൂലം നമുക്ക് സാധിക്കും. ഈ ആക്ടിൻ്റെ 9-ാം വകുപ്പ് പ്രകാരം മാസം 10,000-ൽ കുറയാതെയുള്ളൊരു തുക മാസത്തുകയായിട്ട് നിങ്ങൾക്ക് അനുവദിച്ചു തരുവാനായിട്ടും ഈ ട്രിബ്യൂണലിന്, സീനിയർ സിറ്റിസൺ മെയിൻ്റനൻസ് പ്രകാരമുള്ള ട്രിബ്യൂണലിന് അധികാരമുണ്ട്. അതും നിങ്ങൾക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഇനി അത് മാത്രമാണോ ഈ ആക്ടിൻ്റെ പ്രത്യേകതകൾ? അല്ല എന്ന് പറയാൻ സാധിക്കും. നമ്മളിന്ന് കേൾക്കുന്ന പലതരം കഥകളുണ്ട്. സ്വത്ത് എഴുതി കൊടുത്തു, മകന് എഴുതി കൊടുത്തു, അതോടുകൂടി മകൻ വീട്ടിൽ നിന്ന് അപ്പനെയും അമ്മയും പുറത്താക്കി. എന്തു ചെയ്യും? എൻ്റെ പൊന്നു ചേട്ടാ, അല്ലെങ്കിൽ പൊന്നു സാറേ, ഞാൻ അവർക്ക് എഴുതി കൊടുത്തതായിരുന്നു, പക്ഷേ എന്ത് സ്നേഹത്തോടുകൂടി അതുവരെ നോക്കിയിരുന്നത്, സ്വത്ത് എഴുതി കൊടുത്തതോടുകൂടി ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് ഓടിയലച്ച് വരുന്ന ഒരുപറ്റം ആൾക്കാരെ കാണും. നിങ്ങൾ അന്നേരമല്ല കരയേണ്ടത്. നിങ്ങൾ സ്വത്ത് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങൾക്ക് സ്വത്ത് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ നോക്കുക എന്നുള്ള ഉറപ്പോടുകൂടിയാണ് നിങ്ങൾ സ്വത്ത് എഴുതി കൊടുക്കുന്നതെങ്കിൽ, എന്ന വാക്കിൻ്റെ പുറത്താണ് എഴുതി കൊടുക്കുന്നതെങ്കിൽ, നിങ്ങൾ എഴുതുന്ന ആധാരത്തിൽ, അത് തീരാധാരമായിരിക്കില്ല ഒരിക്കലും. നമ്മൾ മക്കൾക്ക് എഴുതി കൊടുക്കുമ്പോൾ ധനനിശ്ചയം അല്ലെങ്കിൽ ഗിഫ്റ്റ് ഡീഡ്, ഇഷ്ടദാന ആധാരമായിരിക്കും. അങ്ങനെയുള്ള ഇഷ്ടദാന ആധാരത്തിൽ ഒരു വാക്കുകൂടി ചേർക്കുക. നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി, കരുതലിനെ പ്രതി, അതോടൊപ്പം നിങ്ങൾ എന്നെ ഭാവിയിൽ നോക്കും എന്നുള്ള പ്രതീക്ഷയെ പ്രതി ഈ സ്വത്ത് നിങ്ങൾക്ക് വിട്ടുതരുന്നു എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ, നാളെ നിങ്ങളെ നോക്കാതെ നിങ്ങളുടെ മക്കളാകട്ടെ, കൊച്ചുമക്കളാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും അവകാശികളാകട്ടെ, നിങ്ങൾ എഴുതി കൊടുത്തവരാകട്ടെ, നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ ഈ RDOയുടെ അടുത്ത് അല്ലെങ്കിൽ ഇത് പ്രകാരമുള്ള ട്രിബ്യൂണലിൽ നിങ്ങൾ ഒരു പരാതി കൊടുത്താൽ ഈ ആക്ടിൻ്റെ 23-ാം വകുപ്പ് പ്രകാരം ആധാരം റദ്ദ് ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്.
അങ്ങനെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നാളുകളിൽ സ്വത്ത് എഴുതി കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങളെ ഇറക്കി വിടുന്ന ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. മാത്രമല്ല, ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആ സ്വത്ത് നിങ്ങളിലേക്ക് തിരിച്ചു എത്തുന്ന ഒരു കാര്യം കൂടി ഉണ്ടാകും. അതും ഈ നിയമം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്. ഇനി ആരെങ്കിലും മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ എന്തായിരിക്കും? കാരണം ഈ നിയമത്തിൻ്റെ 24-ാം വകുപ്പ് പ്രകാരം മാതാപിതാക്കളെയോ മുതിർന്ന പൗരന്മാരെയോ പൊതുസ്ഥലത്തോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുവാനായിട്ട് ഒരിടത്ത് കൊണ്ട് വിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റകൃത്യമാണ്. 3 മാസം വരെ തടവ് കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണ്. അങ്ങനെ ഇതിനെ ഒരു ക്രിമിനൽ കുറ്റകൃത്യമാക്കിക്കൊണ്ട് മാതാപിതാക്കളെ സംരക്ഷിക്കുവാനുള്ള ഒരു വകുപ്പും കൂടി ഈ നിയമം ചേർത്തിട്ടുണ്ട്. ഇതുകൂടാതെ സീനിയർ സിറ്റിസൺസൊക്കെ ചിന്തിക്കുന്ന കാര്യമുണ്ടാകും, ആശുപത്രികളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കിന് എന്തുകൊണ്ടാണ് സീനിയർ സിറ്റിസന് ഒരു ക്യൂ ഉള്ളതെന്ന്. ഈ നിയമമാണ് അത് പറയുക. ആശുപത്രികളിൽ മുതിർന്നവർക്കായിട്ട് ഒരു പ്രത്യേക ക്യൂ ഉണ്ടാകേണ്ടതുണ്ട്, പ്രത്യേകമായിട്ടൊരു പരിരക്ഷ. ഇനി സർക്കാർ ആശുപത്രികൾ ചെല്ലുമ്പോൾ മുതിർന്ന പൗരന്മാർക്കായിട്ട് ഒരു ക്യൂ ഇല്ലെങ്കിൽ അറിയുക, അത് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ ചോദിക്കണം, ഞങ്ങൾക്ക് ഒരു ക്യൂ ഇല്ലേ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ക്യൂ തരുന്നില്ല? അത് നിങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണ്. പ്രായമായവരെ മാനിക്കുവാൻ, അവർക്ക് ഏറ്റവും പെട്ടെന്ന് സേവനം കിട്ടുവാൻ, ആതുര സേവനം കിട്ടുവാനായിട്ട് ഈ നിയമം നമുക്ക് ഉറപ്പ് നൽകുന്നു. ഇത് മാത്രമാണോ നിയമം ഉറപ്പ് നൽകുക? അല്ല, കേരള റൂൾസ് പ്രകാരം ഇതിൻ്റെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള കേരള റൂൾസ് പ്രകാരം ഒരു മുതിർന്ന പൗരന്മാർ 2 പേര് ഒരു വീട്ടിൽ താമസിക്കണം, 2 പേരോ ഒരാളോ ആയിക്കോട്ടെ, വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ അവരെ നോക്കുവാനായിട്ടുള്ള ബാധ്യത കേരളത്തിലെ അധികാരികൾക്കുണ്ട്. ആർക്കാണ് ആ ബാധ്യത എഴുതി കൊടുത്തിരിക്കുക? തീർച്ചയായിട്ടും കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് അധികാരികൾക്കാണ് ഈ മുതിർന്ന പൗരന്മാരെ നോക്കുവാനും സംരക്ഷണം നൽകുവാനായിട്ടുള്ള കടമ നിർവഹിക്കുക. മുതിർന്ന പൗരന്മാരായിട്ടുള്ള നിങ്ങളുടെ മാതാപിതാക്കൾ വീട്ടിൽ തനിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ അത് അറിയിക്കുവാൻ മടിക്കരുത്. നിയമപ്രകാരം പോലീസ് സ്റ്റേഷനിൽ മുതിർന്ന പൗരന്മാരുടെ ഒരു ലിസ്റ്റ്, ഒരു രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, അവർ ബീറ്റിലൂടെ, അവരുടെ റൂട്ടുകളിലൂടെ രാത്രികാലങ്ങളിലൊക്കെ സുരക്ഷയ്ക്കായിട്ട് പോകുമ്പോഴത്തേക്കിന് ഈ വീടുകൾ പ്രത്യേകമായിട്ട് സംരക്ഷിക്കുവാനായിട്ടും മാസത്തിലൊരിക്കലെങ്കിലും ഈ വീടുകൾ സന്ദർശിച്ച മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവിവരങ്ങൾ അന്വേഷിക്കുവാനും അവർക്ക് എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ സുരക്ഷാ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് കൈകാര്യം ചെയ്യുവാനായിട്ടും നിയമം അനുശാസിക്കുന്നുണ്ട്. അതുമാത്രമല്ല, മുതിർന്ന പൗരന്മാരുടെ പരാതികൾ പോലീസ് സ്റ്റേഷനിലെത്തിയാൽ അത് പ്രത്യേകമായിട്ട് പരിഗണിച്ച് അതിന് പ്രതിവിധികൾ ഉണ്ടാക്കണമെന്നും ഈ നിയമത്തിനെ അടിസ്ഥാനമാക്കി കേരളം ഉണ്ടാക്കിയ ചട്ടങ്ങളിൽ പറയുന്നു. അതെ, ഇന്ത്യയുടെ പൗരന്മാരെ, മുതിർന്ന പൗരന്മാരെ സ്വന്തം സ്വത്തായി കരുതിക്കൊണ്ട് നോക്കുവാനാണ് നമ്മുടെ ഈ നിയമം പഠിപ്പിക്കുക.